ഹായ് ഹലോ. ഇപ്പോൾ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അശ്വിനും ശ്രുതിയും പരസ്പരം ഇഷ്ടപ്പെട്ടു. എന്നാൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ കാരണം, ലാവണ്യയുടെ പിന്നെ അതിന് ചുറ്റുപറ്റിയുള്ള പ്രശ്നങ്ങൾ കാരണം ആ ഒരു ബന്ധം വീണ്ടും തകരുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ രാധയും പ്രമീളയും എല്ലാവരും കൂടി ചേർന്നിട്ട് ശ്രുതിക്ക് ശ്യാമുമായിട്ടുള്ള ആ ഒരു വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നാണ് ശ്രുതിയുടെയും ശ്യാമിന്റെ വിവാഹം നിശ്ചയം നടക്കാനായിട്ട് പോകുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും, ശ്രുതിക്ക് വലിയൊരു അപകടം സംഭവിക്കുകയും അവിടെ രക്ഷകനായിട്ട് ഓടി വരുന്ന അശ്വിനെയൊക്കെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ശ്രുതി അശ്വിനെ കാണാൻ വേണ്ടിയിട്ട് അശ്വിന്റെ റൂമിലോട്ട് ചെന്നു. പക്ഷെ ദേഷ്യത്തോടെയാണ് അശ്വിൻ നിൽക്കുന്നത്. ആരെ കണ്ടാലും അവിടെ സംസാരിക്കാൻ തനിക്ക് പറ്റത്തില്ല. ആരെ കണ്ടാലും വലിച്ചെറി ഒട്ടിക്കാനുള്ള ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അവിടെയും ശ്രുതി തനിക്ക് പറയാനുള്ളത് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പോകത്തുള്ളൂ എന്നുള്ളൊരു വാശിയിൽ തന്നെ അവിടെ നിൽക്കുവാണ്. എന്നാൽ അശ്വിൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പോ, എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റത്തില്ല, നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ വേണ്ട, നീ ഈ റൂമിൽ നിന്ന് ഇപ്പം ഇറങ്ങി പൊക്കോണം എന്നൊക്കെ ശ്രുതി അവിടെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് അശ്വിൻ തയ്യാറായിരുന്നില്ല. അവിടെ ശ്രുതി ഒന്നും കേൾക്കാനായിട്ട് തയ്യാറല്ല. ശ്രുതി പറയുന്നത്, എനിക്ക് പറയാനുള്ളത് സാർ കേട്ടേ പറ്റത്തുള്ളൂ. ഇത് സാറിനെ ഇപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റത്തുള്ളൂ എന്ന് പറയുകയും പെട്ടെന്ന് അശ്വിൻ ഭയങ്കരമായിട്ട് വയലൻ്റായി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും അങ്ങനെ ശ്രുതി ഇങ്ങനെ പിടിച്ച് കയ്യിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട്, നിന്നോട് ഒരു വട്ടം പറഞ്ഞതല്ലേ ഇറങ്ങി പോകാനായിട്ട്, എന്നിട്ട് നിനക്ക് എന്താ കേൾക്കാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ പെട്ടെന്ന് ശ്രുതിയെ പിടിച്ച് തള്ളുവാണ് ചെയ്തത്. അപ്പോൾ ബാലൻസ് ഇട്ടത് ശ്രുതി പെട്ടെന്ന് പുറകിലോട്ട് പോയി വീണപ്പോൾ അവിടെ ടേബിളിൽ രാമേട്ടൻ ആ കുപ്പിച്ചിൽ പൊട്ടിയ പാത്രത്തോടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് കൈ പോയി അടിച്ചതും. അങ്ങനെ ശ്രുതിയുടെ കൈ കൊണ്ട് മുറിഞ്ഞു. എന്നിട്ട് അശ്വിൻ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും, പക്ഷേ അവിടെ ശ്രുതിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അശ്വിൻ നോക്കിയില്ല. അശ്വിൻ ശ്രുതിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയും പെട്ടെന്ന് സങ്കടത്തോടെ ശ്രുതി താഴോട്ട് ഇറങ്ങി പോവാണ്. എന്നിട്ട് അപ്പം തന്നെ ബാഗൊക്കെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങി പോവുകയും അങ്ങനെ അഞ്ജലി പിറകിൽ നിന്ന് വിളിച്ചതിന് ശേഷം, ശ്രുതി നീ പോകാതെ അവിടെ നിൽക്ക്, നീ ഇവിടെ പോകുന്നത്, ഇത്ര ധൃതിയിൽ എന്താ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അമ്പലത്തിൽ പോകണം, പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞു പോവുകയും അവസാനം നിനക്ക് നീ ഗിഫ്റ്റ് ഒന്നും എടുത്തോണ്ട് പോയില്ലേ, ഞാൻ എടുത്തോണ്ട് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിൽ ഗിഫ്റ്റൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു. എന്നിട്ട് ആരോടും ഒന്നും പറയാതെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. എന്നാൽ ഇതെല്ലാം അശ്വിൻ ബാൽക്കണിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി ഒന്നും പറയാതെ പോയതും, അങ്ങനെ അശ്വിൻ എന്ന് പറയുമ്പോൾ ശ്രുതിയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു, പക്ഷേ അവളെ സ്വന്തമാക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ലല്ലോ, ആ ഒരു ദേഷ്യമില്ല അശ്വിന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ശ്രുതി സങ്കടത്തോടെ ഇറങ്ങി അമ്പലത്തിൽ പോയി, അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോയതാണ്. ഈ സമയം അശ്വിൻ നേരെ അവിടെ റൂമിൽ വന്നിരിക്കുന്ന സമയത്ത് എന്തോ ആലോചിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ എന്തോ ഒരു രക്തക്കറ കിടക്കുന്നത് പോലെ അശ്വിന് ഫീൽ ചെയ്തത്. പെട്ടെന്ന് പോയി നോക്കുമ്പോൾ ആ ഒരു കുപ്പിച്ചിലിന്റെ പുറത്ത് അത്രയും ശ്രുതിയുടെ കൈ കൊണ്ട് മുറിഞ്ഞ രക്തമാണ്. അതിൻ്റെ കൂടെ ഒരു താക്കോലും കിട്ടി. അപ്പോൾ അശ്വിൻ ഓർക്കുവാണ്, ഇത് ഞാൻ പിടിച്ച് തള്ളിയ സമയത്ത് കൈതെറ്റി ആ ഒരു കുപ്പിച്ചില്ല് വന്ന് ഇടിച്ചതാണ്. ആ സമയത്ത് അവളെ കയ്യിൽ നിന്ന് ഈ ഒരു താക്കോല് വീണതാണ്. ഈ താക്കോൽ അന്ന് അമ്പലത്തിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ് എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ ആ ഓർമ്മകളെല്ലാം ഇങ്ങനെ ഓർത്തെടുത്തു. അങ്ങനെ അതിൻ്റെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും മോശമായിട്ട് അവളോട് പെരുമാറിയത്, എന്നിട്ട് അവളൊന്നും മിണ്ടാതെ പോയില്ലേ എന്നൊക്കെയുള്ള സങ്കടവും അശ്വിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ നേരെ അശ്വിൻ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുവാണ്. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അവിടെ ശ്യാമുമായിട്ടുള്ള നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളാണ്. ശ്യാമു നിൽക്കുന്ന സമയത്ത് രാധയും പ്രമീളയും പൂജാരി കണ്ടതിന് ശേഷം ജ്യോത്സ്യനെ കണ്ടിട്ട് വരികയും, എന്നിട്ട് ജ്യോത്സ്യൻ ഒരു നല്ല മുഹൂർത്തം കുറിച്ച് തന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും നിശ്ചയം നടന്ന് കഴിയേണ്ടതാണ്, പക്ഷെ അത് വൈകിപ്പോയെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്താം, പക്ഷെ ഇനിയിപ്പോൾ വൈകിപ്പിക്കേണ്ട, ഇന്ന് സന്ധ്യാസമയത്തിന് മുന്നേ തന്നെ ശ്രുതിയുടെയും ശ്യാമിന്റെയും നിശ്ചയം നടന്നിരിക്കണം എന്നൊരു കാര്യവും കൂടി അവിടെ ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ചടങ്ങായിട്ടൊന്നും വേണ്ട, ഇവിടെ നമ്മൾ മാത്രം മതി, നമ്മൾ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ചെറിയൊരു മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, അത് മാത്രം മതിയെന്ന് രാധയും പ്രമീളയും പറയുവാണ്. അപ്പോൾ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്.
അങ്ങനെ ശ്രുതി അമ്പലത്തിൽ പോയി ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ വന്ന് വിളിക്കുന്ന ഒരു ശബ്ദം, ആ ഒരു ഫീല് ശ്രുതിക്ക് തോന്നി. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വിനാണ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അശ്വിനെ കണ്ടുടനെ തന്നെ ശ്രുതി ദേഷ്യപ്പെട്ട് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. പിറകെ അശ്വിൻ പോയി ശ്രുതിയുടെ കയ്യിൽ പിടിച്ച് അമർത്തി ഇങ്ങനെ പിടിക്കുകയാണ്. ഇപ്പോൾ ആ കയ്യിൽ നിന്നും ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, സാർ ഇവിടെ എന്തായി കാണിക്കുന്നത്, നിങ്ങൾ എന്തിനാ എൻ്റെ കൈ കയറി പിടിച്ചത്, നിങ്ങൾക്ക് എന്ത് അവകാശമാണോ ഉള്ളത് എൻ്റെ കയ്യിൽ കയറി പിടിക്കാൻ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ആവർത്തിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനോ പറയാനോ ഒന്നും അശ്വിൻ തയ്യാറാവുന്നില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിന്നോട് നിൽക്കാനല്ലേ പറഞ്ഞത്, അതുകൊണ്ട് നീ ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ എന്ന് തീരുമാനത്തിൽ അശ്വിൻ നിൽക്കുകയാണ്. പക്ഷെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും അവരെ രണ്ടുപേരും നേരം നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ശ്രുതിക്ക് ഭയങ്കര സങ്കടം തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ അശ്വിൻ പതുക്കെ കൈവിട്ടു. അതിനുശേഷം പതുക്കെ ശ്രുതിയുടെ കൈ പിടിച്ച് വെച്ചതിന് ശേഷം തൻ്റെ പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് ശ്രുതിയുടെ കയ്യിൽ ആ ഒരു രക്തമെല്ലാം തുടച്ച് കളയുവാണ്. അപ്പോൾ അശ്വിൻ ശ്രുതിയുടെ കയ്യിൽ പിടിച്ച സമയത്ത് ശ്രുതിയുടെ കയ്യിലെ ബ്ലഡ് എല്ലാം അശ്വിൻ്റെ കയ്യിലായി. എന്നിട്ട് ആ ബ്ലഡ് എല്ലാം പതുക്കെ തുടച്ചു. അപ്പോഴും ശ്രുതി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ എൻ്റെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഇത്ര കുഴപ്പം, എൻ്റെ കയ്യിലെ മുറിഞ്ഞത് നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി വീണ്ടും പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയാണ്. എന്നാൽ അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ മറുപടി പറയാനോ ഒന്നും അശ്വിൻ തയ്യാറായില്ല. അശ്വിൻ വീണ്ടും ശ്രുതിയുടെ കൈയെല്ലാം തുടച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു കർച്ചീഫ് വെച്ച് കൈ കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് സങ്കടത്തോടെ അശ്വിൻ ഇങ്ങനെ മുഖത്തോട്ട് നോക്കി നിൽക്കുകയും അതിനുശേഷം ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് തുടങ്ങുമ്പോൾ പൂജാരി വിളിച്ചിട്ട് പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയും അങ്ങനെ വീണ്ടും ദൈവത്തെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം പ്രസാദം തന്നു. കൂടെ അശ്വിനും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് പൂജാരി തരുവാണ്. അതുകൊണ്ട് അശ്വിൻ്റെ കയ്യിൽ അശ്വിൻ്റെ മുന്നിൽ കൊണ്ട് നീട്ടിയപ്പോൾ എനിക്ക് ഈ പ്രസാദമൊന്നും വേണ്ട, എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, എനിക്ക് ദൈവം ഞാൻ തന്നെയാണ്, എനിക്ക് എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ, അല്ലാതെ വേറെ ആരെ എനിക്ക് വിശ്വാസമില്ല എന്ന് കുറച്ച് ഡയലോഗൊക്കെ അശ്വിൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ശ്രുതി, നിങ്ങളുടെ സ്വഭാവം ഇതാണ് പ്രശ്നം, നിങ്ങൾ എന്തോ വലിയ ആളാണെന്നാണ് നിങ്ങളെ വിചാരം, പക്ഷെ ഇതൊന്നുമല്ല എന്ന് ഒരു ദിവസം ദൈവം തെളിയിച്ചു തരും എന്നൊക്കെ ശ്രുതി അങ്ങോട്ട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഇന്ന് ശ്യാമിൻ്റെയും ശ്രുതിയുടെയും വിവാഹ നിശ്ചയം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ഉടൻ തന്നെ ശ്യാമിൻ്റെ ചതി പുറത്താവാനുള്ള സാധ്യതകളുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.